നമുക്കറിയാം ഇംഗ്ലീഷിൽ 3 ടെൻസസ് ആണ് ഉള്ളത് അല്ലേ. അതിൽ പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രസന്റ് ടെൻസിൽ ഐ, യു, ഹി, ഇറ്റ്, വി ഇവരുടെ കൂടെ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ടെൻസ് ചേർക്കേണ്ടത് എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഐൻ്റെ കൂടെ എപ്പോഴും പ്രസന്റ് ടെൻസിൽ വരേണ്ട ഒരു വേർഡാണ് ആം. ഓക്കെ, ഐ ആം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി യു ആണെങ്കിൽ യു ആർ എന്നാണ് യൂസ് ചെയ്യുക. ഹി ആണെങ്കിൽ ഹി ഈസ് എന്നാണ് യൂസ് ചെയ്യുക. ഇറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എന്നാണ് യൂസ് ചെയ്യുക. വി ആണെങ്കിൽ ആറാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രസന്റ് ടെൻസ് ആണ്. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഐയുടെ കൂടെ വാസ് യൂസ് ചെയ്യാം. ഐ വാസ്. ഓക്കെ, യുവിൻ്റെ കൂടെ വേർ യൂസ് ചെയ്യാം. യു വേർ. ഓക്കെ, ഹീയുടെ കൂടെ വാസ് യൂസ് ചെയ്യാം. ഹി വാസ്. ഇനി ഇറ്റിൻ്റെ കൂടെ ഇറ്റ് വാസ്. വിയുടെ കൂടെ വി വേർ എന്നുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പാസ്റ്റ് ടെൻസ് വരുന്നത്. ഓക്കെ, പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യം. ഇനി ഫ്യൂച്ചർ ടെൻസ് ഉണ്ട് അല്ലേ, വരാനിരിക്കുന്ന കാര്യം, ഭാവി കാലം. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിൽ ഐ, യു, ഹി, ഇറ്റ്, വി ഇവരുടെയൊക്കെ കൂടെ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷോർട്സ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക.